ഓരോ വേനലവധിയും സിനിമാ പ്രേമികൾക്ക് ആഘോഷമാണ്. വിഷു, ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായി കുറേയേറെ നല്ല ചിത്രങ്ങൾ റിലീസ് ചെയ്തു. ചിലത് റിലീസിന് തയ്യാറെടുക്കുന്നു. ഈ താരയുദ്ധത്തിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ്. ഏറെ പ്രതീക്ഷയോടെ വന്ന പല ചിത്രങ്ങളും നിരാശപ്പെടുത്തുമ്പോൾ മമ്മൂട്ടിയുടെ 2 സിനിമകളാണ് തിയേറ്ററിൽ പ്രേക്ഷക പ്രശംസയും കളക്ഷനും നേടി മുന്നേറുന്നത്. വേനൽ റിലീസ് ചിത്രങ്ങളുടെ നില എന്താണെന്നറിയാം. പുത്തൻ പണം. രഞ്ജിത്ത് മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ പുത്തൻ പണമാണ് നിലവിൽ വിഷു റിലീസ് ചിത്രങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്. നോട്ട് നിരോധനവും പുതിയ നോട്ടും കള്ളക്കടത്തുമൊക്കെ വിഷയമാക്കി ഒരുക്കിയ പുത്തൻ പണത്തിൽ മെഗാസ്റ്റാറിന്റെ കാസർഗോഡൻ ഭാഷ തന്നെയാണ് ആകർഷണം. 1971 ബിയോണ്ട് ബോർഡേഴ്സ്. മേജർ രവി മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ 4ാമത്തെ ചിത്രമാണ് 1971 ബിയോണ്ട് ബോർഡേഴ്സ്. 1971 നടന്ന ഇന്ത്യ പാക് യുദ്ധത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ നിന്ന് മറ്റൊരു കീർത്തിചക്ര പ്രതീക്ഷിച്ച പ്രേക്ഷകരെ ചിത്രം നിരാശപ്പെടുത്തി. ജോർജേട്ടൻ സ്ഫുരം. വിഷു റിലീസ് ചിത്രങ്ങൾ എന്നും ദിലീപിനെ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രക്ഷ പ്രതീക്ഷിച്ചാണ് പൂരവുമായി ദിലീപ് എത്തിയത്. എന്നാൽ പതിവ് ഗോഷ്ഠികൾക്ക് ആരാധകരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. ദിലീപിന്റെ സ്ഥിരം പ്രേക്ഷകരായ കുടുംബ പ്രേക്ഷകരും കുട്ടികളും വരെ ചിത്രത്തിൽ നിന്ന് അകലം പാലിച്ചുവെന്നാണ് തിയേറ്റർ റിപ്പോർട്ടുകൾ. ദ ഗ്രേറ്റ് ഫാദർ. മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഹനീഫ് അദൈനി സംവിധാനം ചെയ്ത ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം കളക്ഷൻ റെക്കോർഡുകളെല്ലാം കാറ്റിൽ പറത്തി പ്രദർശനം തുടരുകയാണ്. സിനിമയുടെ തിരക്കഥയും മമ്മൂട്ടിയുടെ മാസ് അവതാരവും തന്നെയാണ് സിനിമയുടെ പ്ലസ് പോയിന്റ്. ടേക്ക് ഓഫ്. ഇറാഖിൽ കടത്തപ്പെട്ട നഴ്സുമാരുടെ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കിയൊരുക്കിയ ചിത്രത്തെക്കുറിച്ച് ആർക്കും മോശം അഭിപ്രായമില്ല. ചിത്രം എല്ലാത്തരം പ്രേക്ഷകരെയും സംതൃപ്തിപ്പെടുത്തി പ്രദർശനം തുടരുകയാണ്. അഭിനയമായാലും അവതരണമായാലും മികച്ചു നിൽക്കുന്നു ടേക്ക് ഓഫ്. ഹണിബി 2. ഹണിബി എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമായ ഹണിബി 2 ദ സെലിബ്രേഷൻ എന്ന ചിത്രം കേരളത്തിലെ പല തിയേറ്ററുകളിൽ നിന്നും നീക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ആസിഫ് അലിയും ഭാവനയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ആദ്യ ഭാഗത്തിന്റെ പ്രീതി പോലും നശിപ്പിച്ചു അത്രേ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.